ശംഖുമുഖം ദേവീദാസൻ എന്ന ജ്യോതിഷഭൂഷണം, ജ്യോതിഷ ശിരോമണി, പൂജാരത്നം എന്നൊക്കെ സ്വയം വിശേഷിപ്പിക്കുന്ന പ്രദീപിൻ്റെ ജ്യോതിശാലയത്തിലേക്ക്, വീട് കൂടി ഉൾപ്പെടുന്ന ജ്യോതിശാലയത്തിലേക്കുള്ള വഴിയിലാണ് നമ്മൾ ഉള്ളത്. ഇവിടെയാണ് അയാളുടെ ഈ ജ്യോതിശാലയം. നിരവധി ആളുകൾ നേരത്തെയൊക്കെ വന്നു പോകുന്നുവെന്ന് നാട്ടുകാർ തന്നെ പറഞ്ഞിരുന്ന ആ സ്ഥലമാണ്. അവിടെയാണ്, ഈ സ്ഥലത്താണ് ഇവിടെ ഈ ജ്യോതിശാലയവും വീടുമുള്ളത്. വീടുമായി ചേർന്ന് തന്നെയാണ് ജ്യോതിശാലയം പ്രവർത്തിക്കുന്നത്. ഇവിടെ ഈ രാശിയൊക്കെ വ്യക്തമാക്കുന്ന, രാശിയൊക്കെ വരച്ച് ഈ ബോർഡിൽ ഇവിടെ വച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത്. അവിടെ നിന്ന് മാറിയാൽ ഈ ഹോമ കുണ്ടം പോലെയുള്ള സ്ഥലങ്ങളൊക്കെ, ഈ പൂജാ സ്ഥലങ്ങളൊക്കെ കാണാനാകും. ഇവിടെ വിളക്ക് കത്തിക്കുന്ന സ്ഥലമാണ്. തൊട്ട് പുറകിലാണ് ഇയാളിവിടെ വീടും അതുപോലെ തന്നെ ഈ ഹോമകുണ്ടവും ഒക്കെ ഉള്ളത്. ഉള്ളിലേക്കാണ് ഈ ആരാധന നടക്കുന്ന, പൂജ നടക്കുന്ന സ്ഥലങ്ങൾ. ഇത് ഇയാളുടെ ഹോമകുണ്ടത്തിൻ്റെ ഭാഗമാണ്. ഈ ഹോമകുണ്ടം ഇവിടെ രാത്രിയിൽ പകലുമൊക്കെ പൂജകൾ നടക്കാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. 10-17 വർഷമായി പ്രദീപ് ഇവിടെ താമസിക്കുന്ന ആളാണ്. നേരത്തെ ഇയാൾ ട്യൂട്ടോറിയൽ കോളേജ് അധ്യാപകനായിരുന്നു. ന്യൂ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞ് ഈ കരിക്കകത്ത് തന്നെയുള്ള ഒരു ട്യൂട്ടോറിയൽ കോളേജിലെ അധ്യാപകനായിരുന്നു. അതിന് മുമ്പ് മുട്ടക്കച്ചവടവും നടത്തിയിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. മുട്ടക്കച്ചവടം ആയിരുന്നു ഇയാളുടെ ആദ്യ ജോലി എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. അയാളുടെ വീടിൻ്റെ മുൻഭാഗമാണ്. ഒരുപക്ഷെ ആളുകളൊക്കെ കാണാൻ വന്നിരിക്കുന്നത് ഇവിടെയാകാം. ഇതിന് പിന്നിലാണ് ഈ പൂജ നടക്കുന്ന സ്ഥലമുള്ളത്. ഈ വിളക്കൊക്കെ കത്തിച്ച് വച്ചിരിക്കുന്ന, പൂജ നടക്കുന്ന സ്ഥലം ഇതിന് ഉള്ളിലാണ്. ഈ ഭാഗത്താണ് പൂജാമുറിയും മറ്റ് കാര്യങ്ങളുമൊക്കെ ഉള്ളത്. ചില പ്രതിഷ്ഠകൾ പോലുള്ള സംവിധാനങ്ങളുടെ ഉള്ളിലും ഈ ഹോമം നടത്തുന്ന സ്ഥലവുമൊക്കെ ഉണ്ട്. ഒരു ക്ഷേത്രത്തിൻ്റെ സാമ്യമുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഒരു ഭാഗത്ത് ഉള്ളത്. ക്ഷേത്രം പോലെ തോന്നുന്ന എന്തോ ഒരു പ്രതിഷ്ഠ പോലുള്ള സംവിധാനങ്ങളുമൊക്കെ ഉള്ളിൽ ഉണ്ട്. ഇതിൻ്റെ ഭാഗത്ത് ഇവിടെ ആയിരിക്കാം ഒരുപക്ഷെ പൂജ നടക്കുന്നത്. ഈ ഹോമകുണ്ടങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ധ്യാനത്തിനുള്ള മന്ത്രങ്ങളും ഒക്കെ ഇവിടെ ഇതിൻ്റെ ഭാഗമായി ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നു. ധ്യാനം നടക്കുന്ന സ്ഥലമാകാം ഒരു പക്ഷേ ഇത്. ഇതിൻ്റെ ഒരു ക്ഷേത്രത്തോട് സാമ്യമുള്ള പല കാര്യങ്ങളും ഇതിനുള്ളിലുണ്ട്. ഈ പൂജ നടക്കുന്ന ഈ സ്ഥലത്തുണ്ട്. ഇത്തരത്തിലാണ് ഈ പ്രദീപിൻ്റെ ജ്യോതിശാലയവും അതുപോലെ തന്നെ പൂജ നടക്കുന്ന സ്ഥലവും വീടുമൊക്കെ. 10-17 വർഷം മുമ്പ് ഇവിടെ വന്ന് വിവാഹം ചെയ്ത് ഇവിടെ കൂടിയ ആളാണ് ഈ പ്രദീപ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്താണ് ഇനി പ്രദീപിന് ഈ വിഷയത്തിലെ റോൾ, ഈ സംഭവത്തിൽ എന്താണ് പ്രദീപിൻ്റെ റോൾ എന്നാണ് അറിയേണ്ടത്. നാട്ടുകാരുടെ ഒക്കെ പ്രതികരണങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ പോലീസ് സംശയം മാത്രമാണ്. പ്രദീപിൻ്റെ ഉപദേശം കൂടി ഈ കുടുംബത്തിന് ഉണ്ടായിരുന്നത് നാട്ടുകാരുടെ, ഈ പോലീസിൻ്റെ സംശയമാണ്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ ഈ കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ ഇയാളുടെ ഉപദേശം കൊണ്ട് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചു എന്ന കാര്യങ്ങളിലൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. കൂടുതൽ ആളുകൾ ഇവിടെ നാട്ടുകാരെയൊക്കെ ഉണ്ട്. ഈ പ്രദീപ് നേരത്തെ എന്തായിരുന്നു പ്രദീപിൻ്റെ പരിപാടി? നേരത്തെ ട്യൂട്ടോറിയൽ കോളേജ് പഠിപ്പിക്കുകയായിരുന്നു. അതിനുമുമ്പ് എന്താണെന്നറിയില്ല. അത് ട്യൂട്ടോറിയൽ കഴിഞ്ഞിട്ടാണ് കാതികനായത്. പിന്നെ അത് കഴിഞ്ഞ് ഒരു പലവഞ്ഞ ഉണ്ടായിരുന്നു, അതോടെ മുട്ടക്കച്ചവടം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ ഇതിലോട്ടായത്. ഈ പൂജയും ജ്യോതിഷത്തിലേക്ക് 10-30 കൊല്ലം ആവും. 10-30 ആവില്ല, 10-20 കൊല്ലം ആവേ ഉള്ളൂ ഇവിടെ വന്നിട്ട്. ഇതൊക്കെ അറിയാം, എന്താ അതൊന്നും അറിഞ്ഞൂടാ. ഒരുപാട് ആളുകൾ ഇവിടെ വരുമായിരുന്നു. ആൾക്കാരൊക്കെ വരാറുണ്ട്. രാത്രി പകലൊക്കെ ഉണ്ടല്ലോ. രാത്രി വെളുപ്പിനുമൊക്കെ പൂജയൊക്കെ ഉണ്ട്. നാട്ടുകാരുമായിട്ട് അങ്ങനെ വലുതായിട്ടൊന്നും ഒരു സഹകരണമില്ല. ഈ ഒരുപാട് സാമ്പത്തികമായിട്ടൊക്കെ മെച്ചപ്പെട്ട അവസ്ഥയിലായോ ഇയാൾ? അതൊന്നും അറിയില്ല. സാമ്പത്തികത്തിനെ പറ്റിയൊന്നും നമുക്ക് കൂടുതൽ അറിയില്ല. ആൾക്കാരൊക്കെ പൂജയ്ക്ക് വരണം, പോകണം. നമ്മളവരുടെ അടുത്തൊന്നും ചോദിക്കാറുമില്ല. അങ്ങനെ ശല്യമായിട്ടല്ല, ബോക്സ് രാത്രിയൊക്കെ വയ്ക്കണേ നമ്മൾ പറഞ്ഞാൽ നിർത്തി വയ്ക്കും. അങ്ങനെ പരീക്ഷ സമയത്തൊക്കെ പഠിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പറഞ്ഞാൽ അങ്ങനെ നിർത്തി വയ്ക്കും. അപ്പോഴും അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം മുമ്പ് BJP എന്തൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. നമുക്കത് ക്ലിയർ അറിയില്ല. നാട്ടുകാർക്ക് വലിയ വിശ്വാസം, നാട്ടുകാരോട് ഒരുപാട് ആൾ വരാറില്ലെന്ന് തോന്നുന്നു. നാട്ടുകാരായിട്ട് വലുതായിട്ട് ആരുമില്ല, ആരും വരാറില്ല. പുറത്തുനിന്നുള്ള ആൾക്കാർ വരാറുണ്ട്. വലിയ പ്രമുഖ ജോലിസിലാണോ? അത്രയൊന്നുമില്ല. ആളിലൊക്കെ വരാറുണ്ടോ ഇവിടെ? വരാറുണ്ട് എന്ന് പറയണം. ഇതിനു മുമ്പ് ജോലിസിനാവുന്നതിന് മുമ്പ് വേറെ എന്തോ അറിയില്ല, അതിനെ പറ്റി അറിയില്ല. രാത്രിയൊക്കെ ഒരുപാട് ആളുകളൊക്കെ വരാറുണ്ട്? ഇല്ല, എൻ്റെ വീട് അങ്ങ് കുറേ അപ്പുറമാണ്.
ഇവിടെയുള്ള ആളുകളും ഒക്കെ ഉണ്ട്. ഏതായാലും എന്താണ് ഈ പ്രദീപിൻ്റെ ഈ കൊലപാതകത്തിലെ പങ്കെന്ന കാര്യമാണ് ഇനി വ്യക്തമാകേണ്ടത്. ഒരു കാര്യം വ്യക്തമാണ്, പോലീസ് സമിതി കൃത്യമായ സൂചനകൾ ലഭിച്ചിരിക്കുന്നു. ഈ കുടുംബത്തിന്, പ്രത്യേകിച്ചും ശ്രീധുവിനും സഹോദരൻ ഹരികുമാറിനും ഒക്കെ ചില അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായി കൂടിയാണോ കൊലപാതകമെന്ന സംശയമാണ് പോലീസിനുള്ളത്. ശ്രീധു കുറച്ച് ദിവസം മുമ്പ് തലമുണ്ടനം ചെയ്തു, അതും ഈ വിശ്വാസത്തിൻ്റെ ഭാഗമെന്ന് പറയുന്നത്. ഏതായാലും ഇയാളെ ചോദ്യം ചെയ്യുമ്പോൾ, ഈ പ്രദീപിനെ ചോദ്യം ചെയ്യുമ്പോൾ ഇതിൽ കുറച്ചുകൂടി വ്യക്തത ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് പോലീസിനുള്ളത്.